കൈവല്യദാതാരി കാരുണ്യം കൈക്കൊണ്ട കടലത്തിനായി തിരുമേ അവസാന വിധിയിൽ നീ അറിയാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം അവസാന വിധിയിൽ നീ അറിയാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം കാരുണ്യത്തോടെ ഞങ്ങളിൽ തൃക്കൺ പാർക്കണേ കാരുണ്യത്തോടെ ഞങ്ങളെ തൃക്കൺ പാർക്കണേ ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ കുമ്പട്ട് ആരാധിക്കുന്നു. എൻ്റെ വിശുദ്ധ കാവ്യപരിഹാരത്തിനുള്ള വേദി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചെമ്മട്ടിയൊടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കവീഴുന്ന കണ്ണുകൾ, ക്ഷീണത്താൽ വരയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം വച്ചിരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കുരിശു ചുമന്നിടുന്നു, ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദനം നിറയും നീരത്തിലൂടെ. എൻ ജനമേ ചൊല്ല, ഞാനെന്തു ചെയ്തു കുരിശന്റെ തോളിലേറ്റ പൂന്തേ തോളം നാട്ടിൽ ഞാൻ
ക്രൂശ് നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ, ക്രൂശ് നമ്മൾ ചെയ്ത പാപഭാരമല്ലയോ. ജീവിതത്തിൽ ക്രൂശുകളാം ബഹു ക്ലേശങ്ങളെ മോദമോടെ കൈക്കൊള്ളാനും സഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണേ, സഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണേ. രണ്ടാം സ്ഥലം ഈശോമിശിഹ പരസ്യപ്പെട്ടു. ഈശോമിശിഹായെ വിശുദ്ധ കന്നലോകത്തെ വീണ്ടും രക്ഷിച്ച് ഭാരമേറെ പരസ്യം ചെന്നുകൊണ്ട് അവിടെ മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റപ്പെടുക്കുക സ്നേഹിതന്മാരായിരുന്നില്ല. യൂദാസ് വിട്ടുകൊടുത്തു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ ഓശാന പടി തിരറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കും. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ